ഹായ് ഗൈസ്, എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ 3 വാട്സപ്പ് അപ്ഡേറ്റ്സ് വന്ന വിവരം. അപ്പോൾ അറിയാത്തവർക്കാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ വോയിസ് റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് റെക്കോർഡിങ്ങിൻ്റെ അവിടെ പോയി മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുകയാണ് പതിവ് അല്ലേ. അപ്പോൾ ഇപ്പോൾ പുതിയ അപ്ഡേറ്റ്സ് പ്രകാരം ജസ്റ്റ് ടച്ച് ചെയ്താൽ മതിയാവും, നമുക്ക് വോയിസ് റെക്കോർഡിങ് ചെയ്യാവുന്നതാണ് കേട്ടോ. സെക്കൻഡ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് വാട്സപ്പിൽ ഒരു അറ്റാച്ച്മെൻറ്റ് സൈൻ കാണുമല്ലോ, അവിടെ പോയി ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡോക്യുമെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക. ഡോക്യുമെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മൂന്നാമതൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, സ്കാൻ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്കാൻ ഡോക്യുമെൻറ്റിലൂടെ നമ്മൾക്ക് എന്ത് പേപ്പേഴ്സോ ഡോക്യുമെൻറ്റ്സോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്കാൻ ചെയ്ത് നമ്മൾക്ക് വേറൊരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാനും ഈവൻ നമ്മളുടെ മൊബൈലിൽ സേവ് ചെയ്യാനും എല്ലാം സാധിക്കുന്നതാണ്. അപ്പോൾ ക്യാം സ്കാനറിലൂടെയും പിന്നെ വേറെ ആപ്സിലൂടെയൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യം വാട്സപ്പിലൂടെ ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് ഈസി ആയിട്ട് നമുക്ക് ക്യാം സ്കാനറിൽ നമ്മൾ ക്രോപ്പ് ചെയ്ത് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇതിലൂടെയും നമുക്ക് ക്രോപ്പ് ചെയ്യാനും കറക്റ്റായിട്ട് ഡോക്യുമെൻ്റ് സ്കാൻ ചെയ്ത് ഡൺ ചെയ്തതിന് ശേഷം ആ ഫയൽ PDF ഫോർമാറ്റിൽ സെൻഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് വൺ, അത് സെയിം നമ്മൾ അറ്റാച്ച്മെൻറ്റിൻ്റെ അവിടെ സൈനിൽ പോകുമ്പോഴത്തേക്കും AI ഇമേജസ് എന്ന് പറയുന്നൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾക്ക് എന്താണ് നമ്മളുടെ ഇപ്പോൾ ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എ ഗാർഡൻ വിത്ത് സൺഫ്ലവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു സൈൻ വരുന്നതാണ്. അതിനുശേഷം നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഇമേജ്, അപ്പോൾ ഇമേജ് ക്രിയേറ്റ് ആയതിനു ശേഷം നമുക്കത് നമ്മളുടെ ഫോണിൽ സേവ് ചെയ്യാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും സെൻഡ് ചെയ്യണമെങ്കിൽ സെൻഡ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് 3 ഡോട്ട്സിൽ പോയി ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യാം, വേണമെങ്കിൽ പ്രൊഫൈൽ ഫോട്ടോ ആയിട്ട് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേറൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇമേജ് സേവ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങൾ ഇതിലൂടെ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് 3 അപ്ഡേറ്റ്സ് വാട്സപ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേറെ അപ്ഡേറ്റ്സ് വല്ലതും ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇത് 3ലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സ്കാൻ ഡോക്യുമെൻ്റ് ആണ് കേട്ടോ, കാരണം അത് ഒത്തിരി യൂസ്ഫുൾ ആയിട്ട് തോന്നി. അപ്പോൾ നിങ്ങളുടെ ഇൻഫർമേഷനിലേക്കാണ് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതാണ് ഇഷ്ടമായത്? താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. സ്റ്റേ ട്യൂൺ ഫോർ മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസ്. ബൈ.